ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുക്കലേക്ക് ദൈവവചനവുമായി കടന്നു വന്നിരിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തുവേശുവിലെ സ്നേഹവന്ദനങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. ഞാൻ ഇന്ന് നിങ്ങളുമായി ഹാലിൽ പങ്കുവെക്കുന്നത് ജ്ഞാനികളായി നടക്കുവീൻ എന്നൊരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എഫെസ്യർ ലേഖനത്തിനകത്ത് 5 മുതൽ 15 മുതൽ 21 വരെയുള്ള വാക്യമാണ്. പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ വചനമായി ഞങ്ങളുടെ അടുത്ത് വരുന്ന കർത്താവെ, അവിടെ വചനത്തിൽ സംസാരിക്കാൻ ഒരു കൃപയെ ഞാൻ ചോദിക്കുന്നു. പരിശുദ്ധ ആത്മാവ് നമ്മോട് കൂടി ഇരിക്കുന്നു. കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് മാനസാന്തരത്തിനും വിടുതലിനും അനുഗ്രഹത്തിനും കർത്താവെ ഹാലലിയ കാരണമാക്കണം, അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടിക്കാൻ നന്ദി. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ ആമേൻ. എഫെസ്യർ 5:15 മുതൽ 21. വിഷയം ജ്ഞാനികളായി നടക്കും. ജ്ഞാനികളായി നടക്കുക എന്നത് വലിയൊരു വിഷയമാണ്. ഇന്ന് ലോകത്തിൽ ജ്ഞാനികളെന്ന് നടിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. എന്നാൽ അതൊന്നുമല്ല ജ്ഞാനികൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒത്തിരി കുറേ പഠിത്തം ഉണ്ടാവുക, അല്ലെങ്കിൽ നല്ല ജോലി മേടിക്കുക, അതൊരു ഭൂമിയിലെ കാര്യമാണെങ്കിൽ പോലും അതിനേക്കാളും ജ്ഞാനികളെന്ന് പറയുന്നത് ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. എഫെസ്യർ 5:15 മുതൽ 21. ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് അത്രേ നടക്കുവാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകിയ സമയം തക്കത്തിന് ഉപയോഗിച്ചുകൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കർത്താവ് കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എപ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളും. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിന് ഉപയോഗിക്കും. എഫെസ്യർ ലേഖനത്തെ കുറിച്ച് നമുക്ക് മുഖവരിയായി പറയുവാനുണ്ടെങ്കിൽ അപ്പോസ്തലനായ പൗലോസിന്റെ കാരാഗ്രഹ ലേഖനത്തിന്റെ ഒന്നായാണ് എഫെസ്യർ ലേഖനം. AD 60 എഴുതപ്പെട്ടത്. ഫിലിപ്പിയർ ലേഖനത്തിൽ ഫിലിപ്പിയ സഭയോടുള്ള സ്നേഹം കവിഞ്ഞൊഴുകുമ്പോൾ എഫെസ്യർ ലേഖനത്തിൽ ഒരു അധ്യാപകന്റെ ഗൗരവത്തോടെ ക്രിസ്തുവിന്റെ കൂട്ടായ്മ നടക്കുക എന്നവരെ ബോധമുള്ളവരാക്കുന്നു. ഹാലലൂയ, ഹാലലിയ, ഹാലലിയ. എഫെസ്യർ 1:8 വാക്യത്തിൽ സകല ജ്ഞാനവും നൽകപ്പെട്ട്, അതായത് അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാദാന പ്രകാരം സകലവും ജ്ഞാനവും വിവേകമായി നൽകിയിരിക്കുന്നു. ഈ വാക്യത്തെ ദൈവവിശ്വാസികൾ ജ്ഞാനികളായി നടക്കുന്നത് അപ്പോസ്തലന്മാർ ഓർപ്പിക്കുകയാണ്. ഈ വാക്യത്തെ കൂടെ ജ്ഞാനികളായി നടക്കുവാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എഫെസ്യർ 5:15. ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് അത്ര നടക്കുവാൻ നോക്കുവിൻ എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവവിശ്വാസികളായി അവരുടെ ജ്ഞാനം വെളിപ്പെടേണ്ടത് അതായത് 6 മേഖലകൾ ലേഖന കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു. അത് പറയുന്നതിന് മുന്നമേ ഞാൻ പറയട്ടെ. ജ്ഞാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശലോമോൻ രാജാവ് തൻ്റെ രാജ്യത്തെ ഭരിക്കുന്നതിന് വേണ്ടി ജ്ഞാനമില്ലായിരുന്നു. എന്നാൽ ദൈവത്തോട്, സർവശക്തനായ ദൈവത്തോട് ചോദിക്കുവാനും ആ ജ്ഞാനം അവന് ലഭിക്കുവാനും ഇടയായി. ഹാലലൂയ. അതുപോലെ തന്നെ ദൈവമക്കളെ, നമുക്ക് ജ്ഞാനം കുറവാണെങ്കിൽ ഫൽസിക്കാതെ ഔദാര്യമായി ലഭിക്കുന്ന സർവശക്തനോട് നമുക്ക് അപേക്ഷിച്ചാൽ കർത്താവ് നമുക്ക് ജ്ഞാനം തരും. ജ്ഞാനം എന്നത് ഒരു അത് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യമാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന 6 കാര്യങ്ങൾ, അതായത് ദൈവവിശ്വാസികളായ അവരുടെ ജ്ഞാനം വെളിപ്പെടുത്തേണ്ട 6 മേഖലകൾ ലേഖന കർത്താവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജ്ഞാനി നടപ്പ് സൂക്ഷിക്കുന്നു. എഫെസ്യർ 5:15. ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് അത്ര നടക്കുവാൻ നോക്കി. ജ്ഞാനി തന്റെ നടപ്പ് സൂക്ഷ്മതയോടെ നടക്കുവാൻ നോക്കുന്നു. ദൈവമക്കൾ, നിങ്ങൾ ജാഗ്രതയോടെ ജീവിക്കണം. ഒരു ബുദ്ധിയില്ലാത്ത ഒരാൾ തൻ്റെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു, അതിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ഗ്രഹിക്കുന്നില്ല, തോന്നിയതുപോലെ ജീവിക്കുന്നു. അവർക്ക് എങ്ങനെയാണ് പോകുന്നതെന്നോ എന്ത് പറയാം എന്ത് പറയരുത് എന്നൊന്നും അവർക്ക് അറിയത്തില്ല. അവർക്ക് എന്താ പറയുക, അവർക്ക് ജ്ഞാനമില്ല, ബുദ്ധിഹീനരാണ്. അവർ ബുദ്ധിഹീനരെ പോലെ പേരും. എന്നാൽ അവർ ഹീനരാണെന്ന് അവർക്കൊരു ബോധം പോലും ഇല്ല. അവർ വലിയ ബുദ്ധിമാനെന്നാണ് അവർ നടിക്കുന്നത്. എന്നാൽ ജ്ഞാനി അങ്ങനെയല്ല. അത് ഗ്രഹിക്കുന്നു, എന്ത് ചെയ്യാം ചെയ്യരുതെന്ന ബോധം അവനുണ്ട്. കാരണം അവൻ ആശ്രയിക്കുന്നത് സർവശക്തനായ കർത്താവിലാണ്. ജ്ഞാനിയെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധി ഉണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിലിരുന്ന് നോക്കുന്നു.
എഫെസ്യർ 2:1-3 വരെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. മുമ്പേ ജഡമോഹങ്ങളിലും ജാതിയുടെ രീതി അനുസരിച്ച് നടന്നവരായിരുന്നു. ജഡമോഹങ്ങളിലും ജാതിയുടെ രീതി അനുസരിച്ച് നടന്നവരായിരുന്നു. എഫെസ്യർ 2:1-3 വരെ വാക്യം വായിക്കുമ്പോൾ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളുടെയും അവൻ ഉയർപ്പിച്ചു. അതിക്രമങ്ങളിലും പാപങ്ങളിൽ മരിച്ചവരായിരുന്ന നിങ്ങളെ ഉയർപ്പിച്ചു. കർത്താവിന്റെ വലിയ രക്തത്താലാണ് നമ്മളെ ആ പാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തത്. അവയെ നിങ്ങൾ മുമ്പേ ലോകത്തിന്റെ കാലഗതികളെ ആകാശത്തിന്റെ അധികാരത്തിന് അനുസരിക്കാനും മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവരെ അനുസരിച്ച് നടന്നു. ഇല്ലേ? അങ്ങനെ നടന്നവരായിരുന്നു. ഇല്ലേ? ഇനി അങ്ങനെ നടക്കരുത്. നമ്മൾ ദൈവത്തെ അറിയുന്നതിന് മുന്നമേ നമ്മൾ അങ്ങനെ ആയിരുന്നു. എന്നാൽ ഇനി ദൈവം പറയണം, നാം ജ്ഞാനികളെ പോലെ നടക്കണം. നമുക്ക് ജ്ഞാനം ദൈവം തരും. ഹല്ലേലൂയ. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങൾ നടന്നു. ജഡത്തിന് മനോവികാരങ്ങൾ ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. നമ്മൾ ആരുടെ മക്കളായിരുന്നു? കോപത്തിന്റെ മക്കളായിരുന്നു. ഹല്ലേലൂയ. അടുത്ത് വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം. എഫെസ്യർ 4:1 കർത്തൃസേവാ നിമിത്തം എത്രയായിരിക്കുന്നത് ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോട് സൗമ്യതയോട് ദീർഘക്ഷമയോടുകൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. നാം ദൈവമക്കളാകയാൽ ദൈവമക്കളെ പോലെ പെരുമാറണം. നമ്മെ വിളിച്ച വിളിക്ക് യോഗ്യമായി നടക്കണം. ആ വിളിക്ക് യോഗ്യരായി തീരാൻ നാം ഐക്യതയിൽ വസിക്കണം. സമാധാനപരമായ ബന്ധം കാക്കണം. വിനയം നമ്മുടെ വ്യക്തിത്വത്തെ വിനയം എന്ന് പറയുന്നത് താഴ്മയാണ്. താഴ്മ നാം നമ്മുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളെ കുറിച്ച് ഇല്ലായ്മ പറഞ്ഞെന്ന് വരാം, നമ്മളെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞെന്ന് വരാം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നാം അതിനകത്ത് പ്രതികരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വിനയമില്ല. മുഖത്ത് നോക്കി നമ്മുടെ ഇങ്ങനെ പറയുമ്പോൾ ആ വിഷയത്തിൽ നമ്മൾ പ്രതികരിക്കുകയാണെങ്കിൽ നമുക്ക് വിനയമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. താഴ്മയില്ല എന്നാണ് അർത്ഥം. നമ്മള് വ്യക്തി നമ്മളെ വിളിക്കുമ്പോൾ നാം അതിൽ പ്രതികരിക്കുന്നുവെങ്കിലേ വിനയമില്ല. നാം പ്രതികരിക്കാതിരുന്നാൽ വിനയം ഉണ്ട്. വിനയത്തിന്റെ കുറവ് സംഭവിക്കുമ്പോൾ അഹങ്കാരം ഉണ്ടാകുന്നു. മറ്റുള്ള എന്ത് തന്നെ നമ്മൾ പറഞ്ഞാൽ ഇടിച്ചു താഴ്ത്തിയാലും പ്രതികരിക്കരുത്. പക്ഷേ വിനയമുള്ള ഒരു വിശ്വാസി ദൈവ പൈതൽ അതിൽ പ്രതികരിക്കയില്ല. ചിലർ കരുതുന്നത് വിനയമുള്ള മനുഷ്യൻ ബലഹീനനാണെന്ന്. എന്നാൽ അത് 100% തെറ്റാണ്. വിനയശാലി വാസ്തവത്തിൽ ശക്തനാണ്. ശോധനകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പ്രതികരിക്കാത്തത് വിനയ സ്വഭാവമാണ്. സ്വയം കഴിയുകയില്ല. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് കഴിയും. അടുത്തത് ദീർഘക്ഷമയാണ്. നാം ക്ഷമയുള്ളവരായിരിക്കണം. സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. ക്രിസ്തു നമ്മോട് ക്ഷമിച്ചതുപോലെ നാം തമ്മിൽ ക്ഷമിക്കണം. ക്രിസ്തു സഹിച്ചതുപോലെ നാം സഹിക്കണം. ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. അങ്ങനെ നാം വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം. നമ്മെ ദൈവമാ വിളിച്ചത്. ആ വിളിച്ച ദൈവത്തിന് നമ്മൾ ഒരു യോഗ്യത ഇല്ലാതിരുന്ന സ്ഥാനത്ത്, ചേറ്റിലും ചെടിയിലും കിടന്നിരുന്ന സ്ഥാനത്ത് ദൈവം നമ്മളെ വിളിച്ച് വാർത്തിരിച്ചു. ഇല്ലേ? നാം ഓരോരുത്തരും ദൈവം വിളിച്ച് വാർത്തിരിച്ചു. അപ്പൊ ആ വിളിച്ച് വാർത്തിരിച്ച് നാം എന്ത് ചെയ്യണം? നാം പഴയതുപോലെ ആകരുത്. ദൈവം വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം ദൈവം പറഞ്ഞ വചനപ്രകാരം ദൈവം പറഞ്ഞ ആ ഒരു രീതി ദൈവ വഴിയിൽ തന്നെ നാം ജീവിക്കണം. ദൈവത്തിന് യോഗ്യമാവണ്ണം നടക്കണം. അതായത് ബുദ്ധിഹീനരെ പോലെ ആകരുത്. നാം ജ്ഞാനികളെ പോലെ നടക്കണം. സ്നേഹത്തിൽ നടക്കണം. അടുത്തത് വിഷയം സ്നേഹത്തിൽ നടക്കണം. 5:1 എഫെസ്യർ 5:1 ആകിയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനായി വഴിപാട് യാഗമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. ദുർനടപ്പും യാതൊരു അശുദ്ധി അത്യാഗ്രഹം നിങ്ങളുടെ ഇടയിൽ പേർ പറയുക പോലെ അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചല്, കളിവാക്ക് ഇങ്ങനെ ചേർച്ചയില്ലാത്ത ഒന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടത്. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ നാം മറ്റുള്ളവരെ സ്നേഹിക്കണം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഏറ്റവും വലിയ തെളിവ് നമുക്ക് വേണ്ടി തന്നെത്താനെ ദൈവത്തിന്റെ സൗരഭ്യ വാസനയെ വഴിപാട് യാഗമായി അർപ്പിച്ചു എന്നുള്ളതാണ്. നാമും അതുപോലെ മറ്റുള്ളവർക്ക് നമ്മെ തന്നെ നൽകുകയും നമ്മുടെ ജീവിതങ്ങളെ, ശരീരങ്ങളെ വഴിപാട് യാഗമായി ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്നേഹത്തിൽ നടക്കണം. ദൈവവേദന ഏറ്റവും ആവശ്യമായൊരു കാര്യമാണ് സ്നേഹം. നമ്മുടെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ചില കുറവുകൾ കാണാം. ചിലരെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥകൾ കാണാം. ചിലരെ നമുക്ക് ചേർത്ത് നിർത്താൻ കഴിയാത്ത അവസ്ഥകളാണ്. പക്ഷെ അവരെ അതൊന്നും നോക്കാതെ അവർ നമ്മോട് ചെയ്യുന്ന ദ്രോഹമൊന്നും നോക്കാതെ അവരെ നാം സ്നേഹിക്കുവാനിടയാണ്. അത് ദൈവമക്കളുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്.
ഹല്ലേലൂയ. സ്തോത്രം. വെളിച്ചത്തിന്റെ മക്കളായി നടക്കണം. 5 എഫെസ്യർ 5:8. മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴും കർത്താവിന്റെ വെളിച്ചമാകുന്നു. കർത്താവിന്റെ പ്രസാദമായ എന്തെന്നും പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിനുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യമല്ലോ വെളിച്ചത്തിന്റെ ഫലം. സകല സൽഗുണവും നീതിയും സത്യമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുളിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളിയാകരുത്, അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. മുമ്പേ നിങ്ങൾ ഇരുളിലാണ് വസിച്ചിരുന്നത്. യേശു ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അതിനാൽ കർത്താവിനെ പിൻഗാമിക്കുന്നവർ വെളിച്ചത്തിൽ നടക്കി. അതുമാത്രമല്ല, നാം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായി കർത്താവിന്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ വന്ന് മറ്റുള്ളവരെ, മറ്റു ജീവിതങ്ങളെ കർത്താവിന്റെ നമ്മൾ പിൻപറ്റുകയാണെങ്കിൽ, കർത്താവിന്റെ വെളിച്ചം നമ്മളിൽ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ തകർന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം, എന്താ പറയുക, അവർ വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന സാഹചര്യമായിരിക്കാം. എന്നാൽ ക്രിസ്തുവിന്റെ വെളിച്ചമുള്ള ഒരു വ്യക്തി അവരുടെ മുന്നിൽ കടന്നു ചെന്ന് ആ വ്യക്തിയെ ആ വിഷമത്തിൽ നിന്നും അവരുടെ ആശ്വാസവാക്ക് പറയാനും, അവരെ താങ്ങുവാനും, അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ പ്രവർത്തിക്കുവാനും, അവരെ നടത്തുവാനും, ദൈവത്തോട് അടുപ്പിക്കുവാനും ഒക്കെയുള്ള ഒരു കൃപ അവരുടെ മേലുണ്ട്. കാരണം അവരിൽ ക്രിസ്തുവിന്റെ പ്രകാശം, വെളിച്ചം അവരിൽ ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. അവരെ നല്ലത് പറഞ്ഞു കൊടുക്കാൻ, ഉപദേശിക്കാൻ, ദൈവത്തോട് അടുപ്പിക്കാനൊക്കെയും കഴിയും. ദൈവവചനം ഹല്ലേലൂയ. മത്തായി സുവിശേഷം 5:14 ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴിലല്ല, തണ്ടിൽ മേലത്രേ വയ്ക്കുന്നു, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം ഇവിടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളായി നടപ്പീൻ. ഹല്ലേലൂയ. നാം എങ്ങനെ നടക്കണം? അടുത്ത് ജ്ഞാനികളായിരിക്കുന്നതിൽ ഒരു പ്രത്യേകതയാണ് നാം വെളിച്ചത്തിന്റെ മക്കളായി നടക്കണം. ഹല്ലേലൂയ. ഹാലലിയ. ബുദ്ധിഹീനരെന്താ ചെയ്യുന്ന? വെളിച്ചത്തിന്റെ മക്കളായി അവർ നടക്കത്തില്ല. അവർ ഇരുളിന്റെ മക്കളായിട്ട് ഇരുളിന് ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അതിന് പ്രസാദം വരുമാറ് അങ്ങനെയാണ് അവർ നടക്കുന്നത്. വെളിച്ചത്തിന്റെ മക്കളെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വെളിച്ചം നമ്മളിലുള്ള മക്കള്, ആ കർത്താവ് നമുക്ക് കാണിച്ചൊരു മാതൃകയുണ്ട്. ആ മാതൃക പ്രകാരം ജീവിച്ച് മറ്റുള്ള ജീവിതങ്ങൾക്ക് അനുഗ്രഹവും ആശ്വാസവും സമാധാനവും ഒക്കെ ഉള്ള ഒരു ജീവിതമായി മുന്നോട്ട് പോകുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത് ജ്ഞാനികളായി നടക്കുക. എഫെസ്യർ 5:15. ആകയാൽ സൂക്ഷ്മതയുടെ അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് അത്ര നടപ്പാൻ നോക്കുകയും. ദൈവമക്കളെ, നിങ്ങൾ അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് നടക്കുക എന്നതിന് എബ്രായ അർത്ഥം പെരുമാറ്റം എന്നതാണ്. പഠനം, ജോലി, വസ്ത്രധാരണം എന്നിവയെ നാം ശ്രദ്ധിക്കുന്നതിനേക്കാളുപരി, അതായത് നമ്മുടെ ഭൂമിയിലായിരിക്കുമ്പോൾ പഠനം ശ്രദ്ധിക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കണമെന്നും, നല്ല ജോലി മേടിക്കണം, നല്ല നല്ല വസ്ത്രങ്ങളായിരിക്കണം. അതുപോലെ ചില സ്ത്രീകളെ ബ്യൂട്ടി പാർലറിൽ പോയി നല്ല മുഖമൊക്കെ നല്ല ക്ലീൻ ചെയ്യാൻ നല്ലതൊക്കെ ശ്രദ്ധിക്കുകയും ഫേഷ്യൽ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. അത് അവരുടെ ശ്രദ്ധിക്കുന്നതാണ്. അതിനേക്കാളുപരി നമ്മുടെ പെരുമാറ്റമാണ് ശ്രദ്ധിക്കണം. കാരണം നാം ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാണ്. ദൈവമക്കളായി നമ്മെ വിളിച്ച് വാർതിരിച്ചു, അല്ലേ? അപ്പൊ ദൈവമക്കളെ കാണുമ്പോൾ എല്ലാവരുടെ കണ്ണും ദൃഷ്ടി അവരുടെ മേലാണ്. കാരണം അവരിൽ ഒരു കുറവുണ്ടോ, അവരിൽ ഒരു തെറ്റുണ്ടോ, അവരുടെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ള ഒരു രീതിയിൽ ലോകം നമ്മെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നാം ജാഗ്രതയോടെ ജീവിക്കണം. ഒരു ബുദ്ധിയില്ലാത്ത വ്യക്തി തൻ്റെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു എന്ന് ചിന്തിക്കുന്നില്ല, അറിയാൻ ശ്രമിക്കുന്നില്ല, എങ്ങനെയൊക്കെയോ ജീവിക്കുന്നു. അവൻ ആർക്കും കീഴടങ്ങുന്നില്ല. അവൻ ഇഷ്ടമുള്ളത് ചെയ്യുന്നു, ഇഷ്ടമുള്ള വഴിയിൽ സഞ്ചരിക്കുന്നു. പക്ഷേ ജ്ഞാനി അങ്ങനെയല്ല. അവൻ ദൈവത്തിന് വിധേയപ്പെട്ട് കർത്താവ് പറയുന്നത് അനുസരിച്ച് ആത്മാവിന് കീഴ്പ്പെട്ട് മുന്നോട്ട് പോകുന്നു. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നു, ദൈവ വഴികളിൽ നടക്കുന്നു. ജ്ഞാനി ഹല്ലേലൂയ. ദൈവ വഴികളിൽ നടക്കുന്നു ജ്ഞാനി സമയം തക്കത്തിന് ഉപയോഗിക്കുന്നു. എഫെസ്യർ 5:16. ഇത് ദുഷ്കാലമാകിയ സമയം തക്കത്തിന് ഉപയോഗിച്ചുകൊള്ളി. ജ്ഞാനി സമയം തക്കത്തിന് ഉപയോഗിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. ജ്ഞാനം കൊടുക്കുന്നത് സർവശക്തനായ ദൈവമാണ്. യഹോവക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അതേസമയം ബുദ്ധിഹീനം ചെയ്യുന്നത് ദൈവം തന്ന സമയം തക്കത്തിന് ഉപയോഗിക്കാതെ സമയം വെറുതെ കളയുന്നു. സിനിമ കണ്ടും മൊബൈലിൽ റിലീസുകൾ കണ്ടും വേണ്ടാത്ത പല പ്രവൃത്തികളിൽ ഏർപ്പെട്ട് സമയം കളയുന്നു. സമയം തക്കത്തിന് ഉപയോഗിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നതും തക്കത്തിന് ഉപയോഗിക്കുന്നതും. അതായത് ബുദ്ധിഹീനർ എന്താ? സമയം തക്കത്തിന് അവർ ഉപയോഗിക്കുന്നില്ല.
ദൈവം കൊടുക്കുന്ന സമയത്തിന് ദൈവത്തിന് വേണ്ടി അവർ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ദൈവമക്കൾക്ക് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുകയോ നല്ല കാര്യങ്ങളൊന്നും ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ഹാലല്ലൂയ. അവർ ആ സമയത്തെ വെറുതെ വേസ്റ്റാക്കി കളയുവാണ്. ഹാലല്ലൂയ. അതുപോലെ ദൈവമക്കളെ നാം അങ്ങനെ ആകരുത്. ഹാലലിയ. നാം ദൈവം തന്ന സമയം തക്കത്തിന് ഉപയോഗിച്ച് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് മുന്നേറുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത് ഞാൻ ഈ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുന്നു. എഫെസ്യർ 5:17 ബുദ്ധിഹീനരാകാതെ കർത്താവിന് ഇഷ്ടമിന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. കർത്താവിന്റെ ഇഷ്ടം അറിയുന്നവൻ അറിയാത്തവൻ ബുദ്ധിഹീനനാണ്. സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്, പദ്ധതിയുണ്ട്, അത് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. സങ്കീർത്തനം 53:2 ഇങ്ങനെ പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിലിരുന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവൻ ബുദ്ധിമാനാണ്. ദൈവമക്കളെ നമ്മെ വിളിച്ചിരിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്, പദ്ധതിയുണ്ട്. നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മുടെ മക്കൾക്ക് ഉണ്ടെങ്കിൽ, നമുക്ക് മക്കളുണ്ടെന്നിരിക്കട്ടെ, അവരെക്കുറിച്ച് നമുക്കൊരു പദ്ധതിയില്ല. അവരെ പഠിപ്പിക്കണമെന്നും നല്ല ജോലി മേടിച്ചു കൊടുക്കണമെന്നും നല്ലൊരു പൊസിഷനിൽ എത്തിക്കണമെന്നൊക്കെ. അതിനേക്കാൾ ഉപരി നമ്മുടെ സർവശക്തനായ ദൈവം നമ്മെ വേർതിരിച്ച് കർത്താവിന്റെ കാൽവരി ക്രൂശിൽ രക്തത്താൽ വിളിച്ച് വേർതിരിച്ച ആ മക്കളെ കുറിച്ചൊരു സ്വപ്നമുണ്ട് ദൈവത്തിന്. നമ്മളെ വിളിച്ചതിനൊരു പദ്ധതിയുണ്ട്. ഹാലല്ലൂയ, ഹാലല്ലൂയ. അതുപോലെ നമ്മുടെ സ്വന്തം മക്കളെ കുറിച്ച് നമ്മൾ സ്വപ്നം കാണുന്നതിനേക്കാൾ വലിയൊരു സ്വപ്നം നമ്മളെ കുറിച്ച് ദൈവത്തിനുണ്ട്. ആ സ്വപ്നത്തിലേക്ക് നിറവേറപ്പെടാൻ വേണ്ടി ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്ക്. എഫെസ്യർ 1:18 അവന്റെ വിളിയാൽ ആശ ഇന്നതെന്നും വിശുദ്ധന്മാരെ അവന്റെ അവകാശത്തിന്റെ മഹിമാദാനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്താൽ അവന്റെ വിളിയാൽ ആശ ഇന്നതെന്നും നാം ദൈവമക്കളെ ബുദ്ധിഹീനർ ആകാതെ ജ്ഞാനികളായി കർത്താവ് നമ്മെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നതിന് ഒരു ആശ, സ്വപ്നം നമ്മെ കുറിച്ചുണ്ട്. ആ വിളിക്ക് നിങ്ങളെ തന്നെ ദൈവകരങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവ് നമ്മെ വിളിച്ചത് എന്തെന്നും നാം തിരിച്ചറിയണം. അതിനായി ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ നാം പ്രാപിക്കണം. എഫെസ്യർ 1:17 എന്ന വാക്യത്തിൽ പരിജ്ഞാനത്തിന്റെ ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ തരേണ്ടത് നിങ്ങളെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ എന്തെന്നും അറിയുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണം. എന്നാൽ ദൈവമക്കളെ ദൈവഹിതം അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഓടി നടന്ന് ചെയ്യേണ്ടതില്ല. ദൈവഹിതം അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഓടി നടന്ന് ചെയ്യേണ്ടതില്ല. ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ആഗ്രഹിക്കുന്ന സമയത്ത് ചെയ്യുവാൻ ദൈവത്തിൽ ആശ്രയിച്ച് കീഴ്പ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് ചെയ്യുവാൻ കഴിയും. ബുദ്ധിഹീനർ അങ്ങനെയില്ല. ബുദ്ധിഹീനർ വളരെ കാര്യം ചെയ്യുന്നു. അത് ദൈവഹിതമാണോ എന്ന് അവർ അന്വേഷിക്കുന്നത് പോലുമില്ല. ഹാലല്ലൂയ. ദൈവഹിതം വിട്ടുകളയുകയും ഞാൻ ഈ ദൈവത്തിന്റെ കരങ്ങളിൽ താണിരുന്ന് ദൈവഹിതം അറിഞ്ഞ് പ്രവർത്തിക്കുന്നു. ദൈവ വഴികളിൽ ദൈവവചന പ്രകാരം നടക്കുന്നു. ദൈവമക്കളെ നിങ്ങളെ തന്നെ സ്വയം ശോധന ചെയ്ത് നോക്കുക. നിങ്ങൾ ബുദ്ധി കുറഞ്ഞവരാണോ അതോ ജ്ഞാനിയാണോ എന്ന്. ഹാലല്ലൂയ. പ്രൈസ് ദി ലോർഡ്. അടുത്ത് ജ്ഞാനി ആത്മാവിൽ നിറയപ്പെടുന്നു. എഫെസ്യർ 5:19 സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്തും. ബുദ്ധിഹീനർ ദുഷ്ടമായ ചിന്തകൾ കൊണ്ടാണ് നിറയുന്നത്. അവർക്ക് സമാധാനം എന്തെന്ന് പോലും അറിയുന്നില്ല. എന്നാൽ ദൈവമക്കളെ ജ്ഞാനികൾ പരിശുദ്ധ ആത്മാവിലാണ് നാം നിറയപ്പെടുന്നത്. അവർ ആത്മാവിനനുസരിച്ച് നടക്കുന്നവരാണ്. ഗലാത്യർ 5:16 ആത്മാവിനനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മുഖം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. അനുസരിച്ച് നടന്ന ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നു. ഗലാത്യർ 5:22 ഇങ്ങനെ പറയുന്നു, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ഇവയ്ക്ക് വിരോധമായ ഒരു ന്യായപ്രമാണമില്ല. എന്നാൽ എഫെസ്യർ 5:18 വാക്യത്തിൽ കടന്നു വരുമ്പോൾ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ഇവിടെ ബുദ്ധിഹീനരാണ് വീഞ്ഞു കുടിച്ച് മത്തരാകുന്നത്, അതിനാ ദുർനടപ്പ് ഉണ്ടാകുന്നത്. ഇവിടെ 2 കൽപ്പനകൾ കാണാം. 1 വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, 2 ആത്മാവിൽ നിറയുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കുകയും മറ്റൊന്ന് സ്വീകരിക്കുകയും ചെയ്യുക. തെരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. ഇതിൽ നിങ്ങൾ ഏത് തെരഞ്ഞെടുക്കും? ഹാലല്ലൂയ. ദൈവമക്കളെ, നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവുമായുള്ള കൂട്ടായ്മയാണ് വേണ്ടത്. ബുദ്ധിഹീനർ ചെയ്യുന്ന കൂട്ടായ്മയാണോ മദ്യപന്മാരുടെ കൂട്ടായ്മയാണ്? ഇത് വിട്ടെറിഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ മദ്യത്തിൽ നിറഞ്ഞിരിക്കുന്ന ആൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുകയില്ല. അവർക്ക് ഇന്ദ്രിയ ജയമില്ല. എന്നാൽ ആത്മാവിൽ നിറഞ്ഞ ആത്മീകന് ഇന്ദ്രിയ ജയമുണ്ട്. ആത്മാവിന്റെ ഫലങ്ങളിൽ 9ാമത്തെ ഫലമാണ് ഇന്ദ്രിയ ജയം എന്ന് പറയുന്നത്.
മദ്യം ജഡത്തെയാണ് ഉത്തേജിപ്പിക്കുന്നത്. പലരും മദ്യം ഉപയോഗിക്കുന്നു. ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ജീവിത പ്രശ്നങ്ങളെയും ദുഃഖങ്ങളെയും മറക്കുവാനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ മറവി താൽക്കാലികം മാത്രം. പിന്നെ ഓർമ്മയിലേക്ക് വരുമ്പോൾ, ബോധം തെളിയുമ്പോൾ 10 മടങ്ങ് ആ വേദന, ആ വിഷമങ്ങൾ, പ്രയാസങ്ങൾ വർദ്ധിക്കുകയാണ് അവർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് മദ്യപിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ട് എങ്കിലേ മദ്യത്തെ ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വാ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു. ലോകം തരുന്നത് പോലെയല്ല. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം എന്തുമാകട്ടെ, കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്ക്. കർത്താവ് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. മദ്യപിച്ച് നിങ്ങൾ രോഗിയാകുന്നതിനേക്കാൾ മദ്യം ഉപേക്ഷിച്ച് സർവശക്തന്റെ അടുക്കൽ മടങ്ങി വാ. നിങ്ങൾ അനുഭവിക്കുന്ന സകല പ്രശ്നത്തിന് ഉത്തരം കർത്താവിന്റെ അടുക്കലുണ്ട്. ഹാലേലൂയ. ഹാലേലൂയ. ഞാൻ ഈ ദൈവത്തെ ആരാധിക്കുന്നു. അടുത്ത വിഷയം എഫെസ്യർ 5:19 മുതൽ 20 വാക്യം. സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ, ആത്മീയ ഗീതങ്ങളാൽ തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തെ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്തും. 20 വാക്യം. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ട് ഒരു ദൈവവൈതലായ ജീവിതത്തിൽ മുഴുവൻ സമയം ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ് എപ്പോഴും സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത്. പൊതു കൂട്ടായ്മകളല്ല, സൺഡേ ആരാധനകളിലല്ല. ഹാലേലൂയ. വ്യക്തിപരമായ ജീവിതങ്ങളിലും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും എപ്പോഴും നാം സ്തുതിക്കുന്നവരായിരിക്കണം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവിന് പാടി കീർത്തനം ചെയ്ത് വ്യക്തിപരമായി അങ്ങനെ എപ്പോഴും സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലാറ്റിനും വേണ്ടി എപ്പോഴും ദൈവത്തെ സ്തുതിക്കണം. രോഗത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും എല്ലാറ്റിനും വേണ്ടി ദൈവത്തെ സ്തുതിക്കണം. എന്തുകൊണ്ടെന്നാൽ ദൈവം നമ്മുടെ സ്നേഹനിധിയായ സ്വർഗീയ പിതാവാണ്. എന്തെന്നാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നാം കടന്നു പോകുമ്പോൾ ശത്രു ദൈവമക്കളെ ദോഷമായി ചെയ്തത് നമ്മുടെ സ്വർഗീയ പിതാവ് സകലവും നന്മയാക്കി മാറ്റുന്നു. ദൈവമക്കളെ, ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളും നമ്മുടെ യേശുവപ്പയോട് അടുക്കാനുള്ള ഓരോ ചവിട്ടുപടികളാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെയും കടന്നു വരും. അത് നമ്മുടെ യേശു അപ്പയോട് അടുക്കുവാനുള്ള ഓരോ ചവിട്ടുപടികളാണ്. ഹാലേലൂയ. ദൈവം നമ്മെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവർക്ക്, തൻ്റെ പ്രിയ മക്കൾക്ക് നന്മ മാത്രമേ ചെയ്യുള്ളൂ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കും സേവിക്കുകയും ചെയ്യുന്നവർക്ക്, തൻ്റെ പ്രിയ മക്കൾക്ക് നന്മ മാത്രമേ ചെയ്യൂ. അതുകൊണ്ട് എല്ലാറ്റിനും വേണ്ടി നാം സ്തോത്രം ചെയ്യുന്നവരാകണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹാലേലൂയ. അടുത്ത വിഷയം കീഴ്പ്പെട്ടിരിക്കുന്നു. എഫെസ്യർ 5:21 വാക്യം. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. കീഴ്പ്പെടുക അത് ഉദ്ദേശിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കും കുട്ടികൾ മാതാപിതാക്കൾക്കും അടിമ യജമാനന്മാർക്കും കീഴടങ്ങിയിരിക്കണം. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. സഭ ദൈവദാസന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം. നാം വേറൊരു വ്യക്തിയുടെ എന്തെങ്കിലും കുറ്റങ്ങൾ കുറവുകൾ കാണുമ്പോൾ അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ തർക്കങ്ങൾ ഉണ്ടാകാം, ഭിന്നത ഉണ്ടാകാം. അതിൽ മറ്റുള്ളവരുടെ കുറ്റവും കുറവും കാണുമ്പോൾ ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക. അല്ലാതെ അവരോട് തർക്കിക്കാനോ ഒന്നും നമ്മളതിനെ തിരുത്തുവാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. അവരുടെ ഒരു കുറ്റവും കുറവും കാണുമ്പോൾ നാം ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരോട് നീ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കരുത്. ക്രിസ്തുവിൽ കീഴ്പ്പെട്ട് ഞാൻ അങ്ങനെ ചെയ്യുകയില്ല. ഹാലേലൂയ. എന്ത് പ്രശ്നം വന്നാലും മൗനമായി ക്രിസ്തുവിൽ ഭയത്തിൽ മിണ്ടാതെയിരിക്കും, പ്രതികരിക്കയില്ല. എന്നാൽ ബുദ്ധിഹീനൻ അങ്ങനെയല്ല. അവൻ എല്ലാറ്റിനും എവിടെയും അവൻ പ്രശ്നമുണ്ടാക്കും, അടങ്ങിയിരിക്കുകയില്ല. ദൈവമക്കൾ എന്ന് അങ്ങനെയാകരുത്. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകി മാതൃക കാണിച്ചു തന്നു. നാം ആരും തന്നെ ഒറ്റപ്പെട്ട ദ്വീപുകളിലല്ല താമസിക്കുന്നത്. പരസ്പരം സഹകരിച്ചും സഹായിച്ചും സ്നേഹിച്ചും മുന്നേറേണ്ടവരാണ്. ആർക്കും ആരെയും കീഴ്പ്പെടുത്തുവാനാകില്ല. അന്യോന്യം കീഴ്പ്പെടുവിനെന്നാണ് കൽപ്പന. ശരിയായ അധികാരികൾക്ക് സ്വയം കീഴ്പ്പെടുന്നത് ദൈവത്തിന് പ്രസാദകരമാണ്. ഇനിയുള്ള കാലം ദൈവമക്കളെ നമുക്ക് ജ്ഞാനികളായി ജീവിക്കാം. റോമർ 13:1 ഇങ്ങനെ പറഞ്ഞു, ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരികൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്തെ പോലെ ഒരു അധികാരവും ഇല്ലല്ലോ. ദൈവത്തിനെ പോലെയുള്ള ഒരു അധികാരവും ഈ ഭൂമിയിലില്ലല്ലോ. അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നാം ജ്ഞാനികളായി നടക്കണം. ലോകത്തിൽ ഭോഷന്മാരെ പോലെ നടക്കരുത്. ദൈവത്തിന്റെ മക്കളാണോ നാം? ജ്ഞാനികളായി നടക്കുവാൻ ശ്രമിക്കുക. ഇന്ന് ഒത്തിരി വിദ്യാഭ്യാസം,
ഒത്തിരി ഒത്തിരി വിദ്യാഭ്യാസങ്ങൾ നേടുന്നതല്ല ജ്ഞാനം. ഇന്ന് നാം നോക്കേണ്ട വിദ്യാഭ്യാസം നേടിയവരുടെ വായിൽ നിന്ന് പോലും ആ, വേണ്ടാത്ത വേണ്ടാത്ത അശ്ലീല വാക്കുകൾ വരുന്ന ഒരവസ്ഥയാണ്. പലരും അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പലരും ഇന്ന് ഓരോ വ്യക്തികളോട് ബിഹേവ് ചെയ്യുന്നത്. നാം അങ്ങനെയല്ല, ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ വലിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മക്കളാണ് നാം. വിശുദ്ധിയിലെ ദൈവം നമുക്ക് തന്ന ജ്ഞാനം, നമുക്ക് ദൈവം ജ്ഞാനം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവവിശ്വാസികളെ അവിടെ ജ്ഞാനം വെളിപ്പെടുത്തേണ്ടത് 6 മേഖലകളാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത്. ഞാൻ തൻ്റെ നടപ്പ് സൂക്ഷിക്കുന്നു, ഞാൻ തൻ്റെ സമയം തക്കത്തിന് ഉപയോഗിക്കുന്നു, ഞാൻ ദൈവഹിതം തിരിച്ചറിയുന്നു, ഞാൻ ഈ ആത്മാവിൽ നിറയപ്പെടുന്നു, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു, ഞാൻ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഹാലലൂയ ഹാലലു ഞാൻ നടപ്പ് സൂക്ഷിക്കുന്നു. അതിൽ 4 കൂട്ടം കാര്യങ്ങളാണ്. അവൻ വിളിക്ക് യോഗ്യമാണ് വണ്ണം നടക്കുന്നു, സ്നേഹത്തിൽ നടക്കണം, വെളിച്ചത്തിന്റെ മക്കളായി നടക്കണം, ജ്ഞാനികളായി നടക്കണം. ഇത്രയും വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിച്ചത്. ഹാലലു. പ്രിയ ദൈവമക്കളെ, എന്നെ കേട്ട എല്ലാ ദൈവമക്കളും ഈ വചനങ്ങളെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ജ്ഞാനികളായി നടക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഹാലലൂയ. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധി ഞാൻ താണിരിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്.